പ്രയോഗത്തിൽ വരുത്തണം. അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. അതാണ് സാധാരണ സുവിശേഷ വേലയും സുവിശേഷ ശുശ്രൂഷയും ഉടമ്പടി ശുശ്രൂഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇത് നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. കാര്യം ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷനാണ്. ഒരു കർത്താവ് നമുക്കറിയാം, ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഓർഡിനറി ഗ്രേസ് അല്ല. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഇപ്പം എപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്നവർ തന്നെ അത് ഗണ്ണൊക്കെ എടുത്തിട്ട് അവർ ആ യഥാർത്ഥ ടാർഗറ്റിൻ്റെ മുകളിലേക്കാണ് അല്പം ഉയർത്തിയാണ് സാധാരണ ഷൂട്ട് ചെയ്യണത്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകർഷണമുള്ളത് കാരണം. ഇത് നേരെ ഷൂട്ട് ചെയ്താൽ ഭൂമി ആകർഷിച്ച് ആ ബുള്ളറ്റ് താത്തിക്കളയും. അപ്പോൾ ലക്ഷ്യം കൊള്ളത്തില്ല. അതുകൊണ്ടാണ് വെടിവെക്കുന്നവർ ഉയരമുള്ള ഒരു ടാർഗറ്റിൽ വെടിവെക്കുമ്പോൾ ഉയർത്തി വെക്കുക. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഉയർന്ന ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് ഒരു വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതോ, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതോ, അങ്ങനെ എന്തെങ്കിലും സാധാരണ ഒരു ജീവിതം ആവശ്യമായിരിക്കും. പക്ഷെ മക്കൾ ചെയ്യേണ്ടത് ആ ഒരു ആവശ്യത്തിന് ഉള്ള ഒരു മിനിമം എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ചിലർ പറയും റാങ്കിന് വേണ്ടി പഠിക്കുമ്പോഴാണ് ചിലപ്പോഴും അവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത്. അതുപോലെയുള്ളൊരു വിഷയമാണിത്. നിങ്ങൾ ഉടമ്പടി റാങ്കിന് തന്നെ ടാർഗറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് മാക്സിമം അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചറെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചും, പിന്നെ അതിൻ്റെ നിക്ഷേപം വലിയ കാര്യങ്ങളാണെങ്കിൽ ഉടമ്പടി നമുക്കറിയാമല്ലോ, 3.5 മണിക്കൂർ എടുത്ത് പഠിച്ചിട്ടാണ് ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. പിന്നീട് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും അതുപോലെ പഠനങ്ങളുണ്ട്. അതിനിടയിൽ എല്ലാ ദിവസവും വചന വായനയും സാക്ഷ്യം കേൾക്കുകയും സാക്ഷ്യത്തിൻ്റെ വിശദീകരണം കേൾക്കുകയും വചനത്തിൻ്റെ ധ്യാനം കൂടുകയും ചെയ്യുന്ന ഒരു നിരന്തര സാക്ഷരത നടക്കുന്നുണ്ട്. ഈ സാക്ഷരതയെല്ലാം നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇന്നലെ ഒരു സാറ് മഞ്ജൂഷ്, ഇന്നലത്തെ ഏറ്റവും നല്ല സാക്ഷി അദ്ദേഹത്തിൻ്റെ ആണ് മഞ്ജൂഷ്. അതായത് മഞ്ജൂഷ് ഫിലിപ്പ് കാഞ്ഞിരപ്പള്ളി, ഒരു അധ്യാപകനാണ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം ഞെട്ടിച്ച് കളഞ്ഞ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ പെർസ്പെക്റ്റീവിലല്ലെന്ന് ആദ്യമേ പുള്ളി അഡ്വാൻസ് പറയും. എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ ഒരു വിഷയത്തിന് ദൈവം എനിക്ക് തന്ന അടയാളങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നിത്യതയിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയാനാണ്. അപ്പോൾ അദ്ദേഹം ഉടമ്പടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിത്യതയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിത്യത എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട വിഷയമാണ്. ഞാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വരേണ്ടതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയായിരുന്നു സെമിനാരി ജീവിതത്തിലെ. ഇന്ന് നമ്മുടെ ആസ്ട്രേലിയൻ ബിഷപ്പായിരുന്ന ബെൽമോളിലെ ബിഷപ്പില്ലേ, നമ്മുടെ ബോസ്കോ പിതാവാണ് എന്നെ ക്രിസ്റ്റോളജി പഠിപ്പിച്ചത്, ക്രിസ്തു വിജ്ഞാനീയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ വ്യക്തതയുള്ള ക്ലാസ്സാണ്. അപ്പോൾ അന്ന് ഞാൻ മറക്കാതെ പഠിച്ചൊരു സാധനമാണ് സാഖ്യ ചേസു.
ഇംഗ്ലീഷല്ല, ജർമ്മനാണ്. അപ്പോൾ അദ്ദേഹം ജർമ്മനിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ജർമ്മൻ തിയോളജിയിൽ. അപ്പോൾ സാക്രിജീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് അന്ന് തന്നെ ഈശോ ഹോണ്ട് ചെയ്ത ഒരു സംഭവമാണ് സാക്രിജീസ്. എന്നുവെച്ചാൽ അർത്ഥം ദ കോസ്റ്റ് ഓഫ് ജീസസ്, കോസ്റ്റ് ഓഫ് ജീസസ്, അതായത് യേശുവിൻ്റെ കാരണം. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ദ കോസ്റ്റ് ഫോർ വിച്ച് ജീസസ് ഡൈഡ്. എനിക്ക് അവിടെ വെച്ചാണ് ശരിക്കും ഒരു എൻട്രൻസ് കിട്ടിയത് കർത്താവിലേക്ക്. അതായത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിയൊഴുക്ക്, എന്താണ്, എങ്ങനെയാണ് വിശ്വാസം ഫയറാക്കണത്, നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കണത്, ക്രിസ്തു ആരാണ്. അത് ക്രിസ്തു വിജ്ഞാനിയും പഠിച്ചപ്പോഴാണ് ദ സാക്രിജീസിൻ്റെ പൊരുൾ, ദ കോസ്റ്റ് ഫോർ വിച്ച് ജീസസ് ഡൈഡ്. കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം പിന്നീട് എൻ്റെ പ്രാർത്ഥനയും അന്വേഷണവുമായി. അങ്ങനെയാണ് നമ്മളിവിടം വരെ എത്തിയത്. അതാത് കാര്യങ്ങളിൽ എൻ്റെ അന്വേഷണങ്ങൾക്ക് കൃത്യമായ വഴി ചോറ് തന്ന് അമ്മ എൻ്റെ കൂടെ ദൈവം നിർത്തിയിരുന്നു. എൻ്റെ യാത്രയ്ക്ക്, ഈ ആധ്യാത്മിക യാത്രയ്ക്കുള്ള വഴിച്ചോറ് തന്നുകൊണ്ട് അമ്മ കൂടെ, നമുക്കുള്ള ചോറുമായിട്ട് അമ്മ ഇങ്ങനെ ഈശോ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം ഈ ഉടമ്പടിയിലൂടെ. കാര്യം നമ്മുടെ ഹൈൽറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവർ മക്കൾ ജനിക്കുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നടക്കുന്ന മഹാകാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കണത്. അതാണ് വിഷയം. അത് കണ്ണ് കണ്ടിട്ടില്ലെന്നാണ് പറയണത്. ഇതൊന്നും അല്ല ദൈവം തരാൻ ആഗ്രഹിക്കണത്. ഉടമ്പടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരെണ്ണത്തിലും കിട്ടാൻ സാധ്യതയില്ല. കാര്യം നിങ്ങളിതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റല്ലേ, ദൈവമായിട്ടൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബന്ധമല്ലേ. ഈ ബന്ധത്തിലല്ലേ നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയേക്കാൾ മഹത്തായ ഒരു ബന്ധം ദൈവമായിട്ട് സാധിക്കത്തില്ല. ഇപ്പം കാത്തലിക്സ് കുർബാന സ്വീകരിക്കണ പോലും അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്, ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരണത് അതിൻ്റെ നിയോഗം എന്ന് പറയണത് നിത്യതയാണ്. നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കത്തോലിക്കൻ കുർബാന സ്വീകരിച്ച ഒരു കഥയുമില്ല. നിങ്ങൾ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവിടെ പോയി കുത്തിയിരുന്ന് മകളുടെ PR കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പുറത്തോട്ടിരിക്കുകയല്ലേ. ദാറ്റ് ഈസ് നോട്ട് സെൻസ്. നിങ്ങളുടെ മകൾക്ക് PR കിട്ടാൻ വേണ്ടിയല്ല അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ ക്രൂശിക്കപ്പെട്ടത് എൻ്റെയും നിൻ്റെയും വരപ്രസാദം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മനുഷ്യപ്രകൃതിക്ക് വന്നുപെട്ടു പോയ വരപ്രസാദത്തിൻ്റെ നഷ്ടത്തെ അവൻ പീഡാനുഭവത്തിലൂടെ അവർ പരിഹാരം ചെയ്തുകൊണ്ട് അവൻ്റെ പീഡാനുഭവത്തിൽ ദൈവം പ്രസാദിച്ചപ്പോഴാണ് കൃപയുണ്ടായിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഇവൻ്റെ ഈശോയുടെ ഈ പീഡാനുഭവവും കുരിശു മരണവും അത് എന്ത് ആന്തരിക മനോഭാവത്തോടെയാണ് ഈശോ ചെയ്തതെന്നുള്ളതാണ് രക്ഷയുടെ അടിയൊഴുക്കെന്ന് പറയണത്. രക്ഷാകര പദ്ധതിക്ക് അടിയൊഴുക്കുണ്ട്. അതായത് മേലൊഴുക്കമുണ്ട്, താഴെക്കൂടി ഒരു പ്രവാഹമുണ്ട്. ഈശോ ഈ പീഡനങ്ങളെല്ലാം ഏറ്റപ്പോൾ അവനതൊരു കാഷ്വലായിട്ട്, ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്കൊരു തൊഴിലായിട്ടത് പഠിപ്പിക്കാൻ പറ്റും. ഒരു അച്ഛൻ പണിയാണെങ്കിൽ ഒരു തൊഴിലായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊക്കെ.
ആൾക്കാർ വരുന്നു, അവരെ കുമ്പസാരിപ്പിക്കുന്നു, ആൾക്കാർ മരിക്കുന്നു, അവരെ അടക്കുന്നു, ആൾക്കാർ കല്യാണം കഴിപ്പിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു. വി ക്യാൻ ഡു ഇറ്റ് ആസ് എ പ്രൊഫഷൻ ആൻഡ് എ ഫങ്ഷൻ. നമുക്കത് ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമില്ല. പക്ഷെ അതാണ് ഒഴുക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയൊഴുക്കുണ്ട്. ക്രിസ്തു ഇത് ചെയ്തപ്പോൾ ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനോവികാരം എന്താണ്? അപ്പായോടുള്ള പൊരിഞ്ഞ സ്നേഹത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. അപ്പം ഇത് എപ്പോഴും വരണത് ഇപ്പം കൃപയുടെ ഉറവിടം എന്താണ്? ഇപ്പം ഞാൻ കൃപയുടെ അടിയൊഴുക്കെന്ന് പറഞ്ഞില്ലേ, ഉടമ്പടിയുടെ അടിയൊഴുക്ക് അറിയണമെങ്കിൽ കൃപയുടെ ഉറവ അറിയണം. ഉറവ എന്താ? ഉറവയെന്ന് പറയണത് അപ്പായുടെ പ്രസാദമാണ്, ദൈവത്തിൻ്റെ പ്രസാദം. നിങ്ങൾ ഈ പത്രമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ 0 പ്രസാദത്തിന് കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ 100 പത്രമോ അല്ലെങ്കിൽ 20 പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കും. അത് നിങ്ങൾക്കൊരു തൊഴിൽ പോയാൽ നിങ്ങൾക്കൊരു സാധാരണ ഇവിടുന്ന് ഏൽപ്പിച്ച് വിട്ട് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി ഫെയർ ആകത്തില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വികാരമുണ്ട് ഇത് കൊടുക്കുമ്പോൾ. ഇപ്പം ഈ മഞ്ജൂഷ് ഫിലിപ്പ് സാക്ഷ്യം പറഞ്ഞത് എന്താ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 2 കാര്യം ചെയ്തു. എന്താണ്? എന്നോട് 1 കെട്ട് പത്രം വാങ്ങിക്കാനല്ലേ പറഞ്ഞത്, ഞാൻ 16 കെട്ട് പത്രം വാങ്ങിച്ചു. അങ്ങനെ 3 മാസവും 16 കെട്ട് വീതം മേടിച്ചു. ദാറ്റ് മീൻസ് അറൗണ്ട് 300 പത്രം കിട്ടും. ഈ 300 പത്രം വെച്ച് പുള്ളി 1000 പത്രമോടെ വാങ്ങിച്ചു ഒരു മാസം. ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ 1000 പത്രമാണ് വാങ്ങിച്ചത്. കാര്യം എന്താണ്? ഈ മാസം മുഴുവനും ദൈവം ഉടമ്പടി പരിശുദ്ധ അമ്മയിലൂടെ ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പത്രത്തിൽ അതിൻ്റെ 10ാമത്തെ കുറിപ്പിലും അത് തന്നെയാണ് ഉള്ളത്. ഞാൻ എൻ്റെ വിൽപ്പത്രം എഴുതിയപ്പോൾ എൻ്റെ കാലശേഷം കൃപാസനം പത്രം ഏത് പേജിൽ എന്ത് മാറ്റർ വേണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണ്? ഇങ്ങനെ ഇനി വരുന്ന ആൾക്കാർക്ക് അത് ബോധമില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇംഗ്ലണ്ടിൽ പോയ കാര്യം എഴുതി വെക്കും ചിലപ്പോൾ. അതോടുകൂടി കർത്താവ് സാധനം വരച്ചു ദൂരക്കളയും. അതാണ് വിഷയം, കാഴ്ചപ്പാടില്ലാത്തത്. അതുകൊണ്ട് അതൊരു നിയമമാക്കിയിരിക്കുകയാണ്. എന്താണ്? ഈശോയെ കൈമാറാൻ വേണ്ടിയാണ് കൃപാസനം പത്രം. ഇപ്പം മഞ്ജൂഷ് ഫിലിപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? മഞ്ജൂഷ് ഫിലിപ്പിന് സംഭവിച്ചിരിക്കുന്നത് അയാൾക്ക് ആ ബോധം കിട്ടി, ഇത് കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോഴെന്ത് ചെയ്ത്? ആരും പറയാതെ അയാൾ 1000 കോപ്പി വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അധ്യാപകൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താ അതിൻ്റെ അകത്ത് ഉള്ളിൽ ഉദ്ദേശിക്കണമെന്നറിയാമോ? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. നിങ്ങൾ ഇപ്പോഴെന്താ പ്രോബ്ലം? ചില ആൾക്കാർക്ക് ഉടമ്പടി അത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പണ്ടത്തെ ഈ അമ്മാമ്മമാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഉറുപറഞ്ചികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആലപ്പുഴത്തെ ഒരു ഗ്രാമ്യ ഭാഷയാണ് ഉറുപറഞ്ച് എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവരെപ്പോഴും അവരുടെ വിഷയം മാത്രം ആയില്ലല്ലോ എന്ന് പറഞ്ഞ് മോന്തം കയറ്റി നടക്കും, കരഞ്ഞു കൂപ്പി നടക്കും. ഒന്നും നടക്കത്തില്ല. നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി ഉഭയകക്ഷിയാണ്. അത് ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകാതിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും അത് സത്യസന്ധമായിരിക്കാനും വിശ്വസ്തമായിരിക്കാനും വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ ഉടമ്പടി വിശേഷങ്ങൾ ചെയ്യാൻ ശുശ്രൂഷകൾ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? ഉടമ്പടി ചെയ്യുന്നവരെ ദൈവസ്നേഹത്തോടെ ചെയ്യണം.
ദൈവസ്നേഹത്തോട് ചെയ്യണം. അങ്ങനെ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, പറഞ്ഞ് എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് കൃപയുടെ സ്രോതസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കൃപ പൊട്ടി ഒഴുകണത്. എന്ത് ചെയ്യണം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, പറഞ്ഞ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 12:18 എന്താ പറയണത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അപ്പോഴേ എന്നാ സംഭവിക്കും? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഈ ആത്മാവിൻ്റെ പ്രസാദമാണ് ഫയറിങ് എന്ന് പറയണത്. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, ഇപ്പം എനിക്ക് ഇമെയിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നവർ, പിന്നെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യും, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവർ ഉടമ്പടി ഫയറായെന്ന് തന്നെയാണ് പറയണത്. ഉടമ്പടി ഫയറാകുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം. ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. പറഞ്ഞ് ഇന്ന് എൻ്റെ ഉടമ്പടി ഫയറാകും. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. അമ്മേ പരിശുദ്ധമ്മേ, സ്വർഗീയ അപ്പായുടെ ഹൃദയം പ്രസാദകരമാക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.